സംസ്ഥാനത്ത് SIR കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. 24,08,503 പേരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി. ഇന്ന് മുതൽ ഒരു മാസം പരാതികൾ അറിയിക്കാമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ പറഞ്ഞു. ഈ കരട് വോട്ടർ പട്ടികയുടെ പബ്ലിഷിന് മുൻപ് വോട്ടേഴ്സിന്റെ കണക്കെന്ന് പറയുന്നത് 2,78,50,855. ഈ നിലവിലുണ്ടായിരുന്ന എല്ലാ വോട്ടേഴ്സിനും നമ്മൾ പ്രീ പ്രിന്റഡ് ആയിട്ടുള്ള എനുമറേഷൻ ഫോം നമ്മൾ വിതരണം ചെയ്തിട്ട് തിരികെ വാങ്ങാൻ വേണ്ടിയിട്ടുള്ള നടപടി ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തുനിന്നുണ്ടായി. തിരികെ ലഭ്യമാക്കിയിട്ടുള്ള എനുമറേഷൻ ഫോമിന്റെ എണ്ണം എന്ന് പറയുന്നത് 2,54,42,352. 8.65%, 24,08,503. These are uncollectibles. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. ഉമേഷ്, 6 ലക്ഷത്തിലധികം പേരെ കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ആ കണ്ടെത്താനാകാത്തവരെ കുറിച്ചായിരിക്കുമല്ലോ സ്വാഭാവികമായും ആശങ്കയുണ്ടാവുക. അപ്പോൾ ഇനി ഈ ലിസ്റ്റിൽ പേരില്ലാത്തവർക്ക് എപ്പോൾ ഈ പേര് ചേർക്കാനാകും? എന്തൊക്കെ വിവരങ്ങളാണ് രത്തൻ യു കേൽക്കർ പങ്കുവച്ചത്? പ്രഭിത, ഇനിയുള്ള ഒരു മാസക്കാലം സ്വയം ആദ്യം പരിശോധിക്കണം തൻ്റെ പേര് വോട്ടർ പട്ടികയിലുണ്ടോ. SIR കഴിഞ്ഞിട്ടുള്ള കരടാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. സ്വാഭാവികമായി വെബ്സൈറ്റിൽ, ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ കയറി നമ്മുടെ ഓരോ ഓരോ നിയമസഭാ മണ്ഡലങ്ങൾ അടിസ്ഥാനത്തിൽ നമുക്ക് നമ്മുടെ ബൂത്തുകൾ അടിസ്ഥാനമാക്കി നമുക്ക് ഓരോരുത്തരുടെയും പേര് ഇതിലുണ്ടോ എന്ന് പരിശോധിക്കാം. ഇത്തരത്തിൽ പേരില്ല എങ്കിൽ അതുമായി ബന്ധപ്പെട്ട അപ്പീലുകളോ പരാതികളോ നൽകാനുള്ള സമയമാണ്. ഇതുകൂടാതെ മറ്റൊരു പ്രോസസ്സ് കൂടി ഈ ഘട്ടത്തിൽ നടക്കും. അതായത് ഈ നേരത്തെ തന്നെ എന്യൂമറേഷൻ ഫോം വിതരണം ചെയ്തതിൽ ഏതെങ്കിലും രീതിയിലുള്ള അപാകതകളോ സംശയങ്ങളോ ഉള്ളവർക്ക് ഈ അപ്പീലിന് ഹാജരാകാനുള്ള നോട്ടീസ് നൽകും. ഈ അപ്പീലിന് ഹാജരാകാനുള്ള അപ്പീൽ പ്രവർത്തനങ്ങളും ഈ സമയത്താണ് നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ ജനുവരി 22 വരെയാണ്. 22-ാം തീയതിയാണ് ഇതുമായി ബന്ധപ്പെട്ട ഈ അപേക്ഷ നൽകാനും അപ്പീൽ നൽകാനുള്ള സമയപരിധി. അതിനുശേഷമുള്ള ഒരു മാസക്കാലം ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പരിശോധനകളിലേക്ക് കടക്കും. അതിനുശേഷം ഫെബ്രുവരി 21-ന് ഇതുമായി ബന്ധപ്പെട്ട അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും. നിലവിൽ കഴിഞ്ഞ ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ട എന്യൂമറേഷൻ ഫോമുകളുടെ എന്യൂമറേഷൻ നടപടികൾ നീട്ടണമെന്നുള്ള ആവശ്യം ചീഫ് സെക്രട്ടറി അടക്കം മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ അതിന് കഴിയില്ല. നിലവിൽ 2 ആഴ്ച നീട്ടി നൽകിയിട്ടുണ്ട്. ഇനി കഴിയില്ല എന്നുള്ള മറുപടിയാണ് ചീഫ് സെക്രട്ടറിക്ക് നൽകിയത്. ഇനി കണക്കുകൾ പരിശോധിച്ചാൽ നിലവിൽ സംസ്ഥാനത്ത് ആകെയുള്ള വോട്ടർമാരുടെ എണ്ണം എന്ന് പറയുന്നത് 2,54,42,352 അതിൽ തന്നെ 1,23,83,241 പുരുഷന്മാരുണ്ട്. 1,30,58,731 സ്ത്രീകളുമുണ്ട്. 24,80,503 വോട്ടർമാരെയാണ് കഴിഞ്ഞ ഒക്ടോബറിൽ ലോക്ക് ചെയ്ത വോട്ടർ പട്ടിക അനുസരിച്ച് ഇപ്പോൾ പുറത്തു പോയിരിക്കുന്നത്. അത് ഏകദേശം 8.65%. അതിൽ തന്നെ മരിച്ചവർ, അതായത് ഈ ലോക്ക് ചെയ്ത വോട്ടർ പട്ടികയിൽ മരിച്ചവരായി കണക്കാക്കിയിരിക്കുന്നത് 6,49,000 പേരാണ്. ഒപ്പം കണ്ടെത്താൻ കഴിയാത്തവരുടെ പട്ടിക 6,45,000. താമസം മാറിപ്പോയവർ അത് 8,16,000. കൂടാതെ ഒന്നിൽ കൂടുതൽ സ്ഥലങ്ങളിൽ പേരുള്ളത് അത് 1,36,000. ഒപ്പം മറ്റുള്ളവർ എന്ന വിഭാഗത്തിൽ പെടുന്നത് 1,60,000. ഈ മറ്റുള്ളവർ എന്ന വിഭാഗത്തിൽ പെടുത്തിയിരിക്കുന്നത് ഈ എന്യൂമറേഷൻ ഫോം കൈപ്പറ്റാൻ വിസമ്മതം കാണിച്ച, ഇത്തരത്തിൽ പലരും എന്യൂമറേഷൻ ജോലികളോട് വിസമ്മതം കാണിച്ച് ഈ എന്യൂമറേഷൻ ഫോം കൈപ്പറ്റില്ല, എന്യൂമറേഷൻ ഫോം പൂരിപ്പിച്ച് നൽകില്ല എന്ന രീതിയിൽ ഈ പ്രവർത്തനത്തോട് സഹകരിക്കാതെ മാറി നിന്നവരാണ്. ഈ രീതിയിലാണ് ഈ കണക്കുകൾ. ഇനി എന്തായാലും ഈ കാലഘട്ടം, അതായത് ഒരു മാസക്കാലമാണ് ഏറ്റവും നിർണായകം. ഒരു മാസക്കാലം സ്വയം പരിശോധിക്കുക, സ്വയം തങ്ങളുടെ ഓരോ നിയമസഭാ നിയോജക മണ്ഡലം അടിസ്ഥാനമാക്കിയുള്ള വോട്ടർ പട്ടികയിൽ കയറി തങ്ങളുടെ ബൂത്ത് വെച്ച് തങ്ങൾക്ക് ഓരോരുത്തർക്കും തങ്ങളുടെ പേര് ഈ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കാം. പരിശോധിച്ച ശേഷം ഉൾപ്പെട്ടിട്ടില്ല എങ്കിൽ ആ പ്രദേശത്തെ BLOയെ വേണമെങ്കിൽ ബന്ധപ്പെടാം. BLOയെ ബന്ധപ്പെട്ട് എങ്ങനെയാണ് അപ്പീൽ പരാതികളെല്ലാം നൽകുക എന്നുള്ളതിന് BLOമാർ ഇനിയും ഒരു മാസം നിങ്ങളെ സഹായിക്കുകയും ചെയ്യും. അതിനുശേഷം ഈ പറഞ്ഞതുപോലെ BLOമാർ ഫോം പൂരിപ്പിച്ച് നൽകിയാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിന് തീർപ്പാക്കാനുള്ള സമയവും ഈ ഘട്ടത്തിലാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.